ആദ്യം തന്നെ സർക്കാർ ഈ ഹേമ കമ്മീഷന് മേൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് റെഫർ ചെയ്യണമായിരുന്നു. ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് കരുതി അയാൾ കുറ്റക്കാരനാവുന്നില്ല. ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകളെ ചവിട്ടി താഴ്ത്തി കാണിക്കുവാനുള്ളൊരു പ്രവണതയും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമസ്കാരം. കേരളത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഹേമ കമ്മീഷൻ. മറ്റ് പ്രധാനപ്പെട്ട പല വാർത്തകളും, അടിയന്തര പ്രാധാന്യമുള്ള പല വാർത്തകളും മാറ്റിവെച്ച് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. 2019 ഹേമ കമ്മീഷൻ നിലവിൽ വരികയും 2024 അതായത് കഴിഞ്ഞ ദിവസം രഞ്ജിനി നൽകിയ പരാതി ഹൈക്കോടതി തള്ളിയതോടുകൂടി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. പ്രമുഖ ചാനലുകൾ എല്ലാം തന്നെ ഇത് ആഘോഷിച്ചു. ഇപ്പോൾ WCC പോലെയുള്ള ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത് വളരെ വലിയ ഒരു വിജയമായി കണ്ട് ആഹ്ലാദ ആരവം മുഴക്കി എന്ന് തന്നെ പറയേണ്ടി വരും. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും പോലെയുള്ള മുഖ്യധാരയിൽ നിൽക്കുന്ന താരങ്ങളെ വരെ കുറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നു. അതായത് കുറേ വർഷങ്ങളായി ഈ ഇൻഡസ്ട്രിയിൽ ലേഡി സൂപ്പർ സ്റ്റാറുകളായിട്ട് നിൽക്കുന്ന മഞ്ജു വാര്യരെയും ഉർവശിയെയും ശോഭനയെയും പോലുള്ള ആളുകളെ പോലും കുറ്റക്കാരാക്കുന്ന രീതിയിലേക്കുള്ള ചില ഓൺലൈൻ വാർത്തകളും പുറത്തു വന്നു. 2019 ഈ സർക്കാരിൻ്റെ കയ്യിൽ ഈ റിപ്പോർട്ട് എത്തിയതാണ്. ഈ റിപ്പോർട്ട് എത്തിയ ഉടനെ തന്നെ സർക്കാർ ചെയ്യേണ്ടിയിരുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറഞ്ഞിരിക്കുന്ന മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളെ, അതായത് അതിക്രൂരമായി, ഇതിനകത്ത് ചില ആളുകളൊക്കെ പറയുന്നത് പോക്സോ കേസുകൾ വരെ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ആ മൊഴി കൊടുത്തിരുന്ന നടിമാരെ ആദ്യം തന്നെ വിളിച്ചു വരുത്തണമായിരുന്നു. വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ സർക്കാർ ഈ ഹേമ കമ്മീഷന് മേൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് റെഫർ ചെയ്യണമായിരുന്നു. പോലീസിനെ റെഫർ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ പോലീസ് ഈ മൊഴി നൽകിയിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തും. വിളിച്ചു വരുത്തിയ ശേഷം ഈ സംഭവം എവിടെ വെച്ച് നടന്നു, അതിന് ആവശ്യമായ തെളിവുകൾ, കാരണങ്ങൾ ഇതൊക്കെ അവരിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ മൊഴി സത്യമാണെങ്കിൽ ഈ മൊഴിയിൽ പറയുന്ന കുറ്റക്കാരനെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ സംസ്ഥാന പോലീസിന് മാത്രമാണ് സാധിക്കുന്നത്. അത് പോലീസ് തന്നെ ചെയ്യുമായിരുന്നു. ഹേമ കമ്മീഷനിൽ മൊഴി നൽകിയിട്ടുള്ള പല ആളുകളുടെയും ഉദ്ദേശം എന്തായിരുന്നു എന്ന് പലവട്ടം ആലോചിക്കേണ്ടതായിട്ട് വരുന്നു. ഇവർ ഹേമ കമ്മീഷന് മുമ്പിൽ പറഞ്ഞിട്ടുള്ള മൊഴികൾ ജനങ്ങൾ അറിയുകയും അത് ഇവരുടെ പ്രതിച്ഛായയെ ബാധിക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ നിന്ന് തന്നെയാണ് ഈ ഹൈക്കോടതിയെ സമീപിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുവാൻ സർക്കാരിനും സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവണം സർക്കാരും ആദ്യ ദിനങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ വർഷങ്ങളിൽ നിന്ന് തന്നെ പറയേണ്ടി വരും കേസെടുക്കുവാനോ ഒക്കെ തയ്യാറാവാതിരുന്നത്. പല ചാനലുകളും അതോടൊപ്പം തന്നെ പല ഓൺലൈൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില ഹണി ട്രാപ്പ് നടത്തുന്ന ചില ആളുകളും ഇതിനെ വലിയൊരു കൊയ്ത്തായി, ഒരു സാമ്പത്തിക കൊയ്ത്ത് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഹേമ കമ്മീഷൻ പുറത്തു വന്നതിന് ശേഷം പരസ്പര സമ്മതത്തോടുകൂടിയോ അല്ലാതെയോ ഒക്കെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുള്ള പല ആളുകളും ഇതിനെ ഒരു പണസമാഹരണത്തിനുള്ള മാർഗമായി, ഒരു ബ്ലാക്ക് മെയിലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. അതായത് ഇപ്പോൾ പരസ്പര സമ്മതത്തോടെ ആണ് എങ്കിൽ തന്നെയും ഈ സിനിമയിൽ നിന്നെ ഞാൻ നായകനാക്കാം, നായികയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു മുതലെടുപ്പ് നടത്തിയിട്ടുള്ളത് എങ്കിൽ അതിനെയും പീഡനമായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഞാൻ ചില നടന്മാരും നടികളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ നിലവിലുള്ള സിനിമാ ലൊക്കേഷനുകളിലൊക്കെ കൃത്യമായി ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ അവർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അവരുടെ താമസ സൗകര്യം, ഇതൊക്കെ വളരെ സുരക്ഷിതമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർക്കുണ്ടായിരിക്കുന്ന ഒരു അനുഭവമാണ് അവർ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, ഒരു സഹനടി, അതായത് ആൾക്കൂട്ടമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പാവം പിടിച്ച ഒരു സഹനടിക്ക് പെട്ടെന്ന് തൻ്റെ ഒരു ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ഒരു ആവശ്യം വന്നു. അപ്പോൾ തൻ്റെ അടുത്ത് കാരവനിൽ വിശ്രമിക്കുകയായിരുന്ന സൂപ്പർ ഹീറോയിനോട് ഇവർ ചോദിച്ചു, മാഡം കുറച്ച് ദൂരെയാണ് ഞങ്ങൾക്കുള്ള സ്ഥലം, എനിക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെ ആട്ടി ഓടിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കാതെ അവരെ ആട്ടിപ്പായിച്ചു. അതിനുശേഷം അവർക്ക് അത് വസ്ത്രത്തിൽ ആകുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് അവരെന്നോട് പറയുകയുണ്ടായി. അതായത്
ഈ സ്ത്രീകൾക്ക് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ വിവേചനം നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് നായികമാർക്ക് ഒരു പ്രത്യേക പരിഗണനയും അതോടൊപ്പം തന്നെ അവിടെയുള്ള സഹനടിമാർക്ക് മറ്റൊരു അവസ്ഥയും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു സൂപ്പർ സിനിമ നടി ഒരു ലൊക്കേഷനിലേക്ക് വരുന്നത് ഒരു രാജകുമാരി എഴുന്നള്ളുന്ന പോലെയാണ്. അവരോടൊപ്പം മേക്കപ്പ് മാൻ ഉണ്ടാവും, അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാവ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അവരുടെ മാനേജർ ഉണ്ടാവും, അതോടൊപ്പം തന്നെ അവർക്ക് വളർത്തുപട്ടി ഉണ്ടെങ്കിൽ അതുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള വളരെ പരമസുഖത്തോടു കൂടി തന്നെയാണ് ഇവരൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. പിന്നെ ഈ ഒരു കാലം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ നിത്യവസന്തങ്ങളായിട്ട് നിൽക്കുന്ന വളരെ ചുരുക്കം നടന്മാരും നടിമാരും മാത്രമേ ഉള്ളൂ. ബാക്കി ഇതിനിടയിലൊക്കെ 2-3 വർഷം നിൽക്കുന്ന ഒരുപാട് നായകന്മാരുണ്ട്, നായികമാരുണ്ട്. ഇവരൊക്കെ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഫീൽഡ് ഔട്ടായി പോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജനം തിയേറ്ററിൽ എത്തണമെങ്കിൽ അതിന് മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല കഥകൾ വേണ്ടി വരും, നല്ല തിരക്കഥകൾ വേണ്ടി വരും, നല്ല സംവിധായകർ വേണ്ടി വരും. ഇതൊക്കെ ഒരു കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന മാറ്റത്തിൽപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ അവസരം നഷ്ടപ്പെട്ടതിന് ശേഷം തൻ്റെ കൂടത്തിൽ അഭിനയിച്ച നടൻ ഇന്നും സ്റ്റാറായി നിലനിൽക്കുകയും തങ്ങൾക്ക് അവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നത് കണ്ടിട്ട് അതൊരു അസൂയയുടെ ഭാഗമാണത്. അപ്പോൾ അങ്ങനെയുള്ള അസൂയയിൽ നിന്ന് പ്രതികാരം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ആ പ്രതികാരത്തിൽ നിന്നും ഹേമ കമ്മീഷനിൽ എത്തിയിട്ടുള്ള ചില മൊഴികൾ വളരെ ഗൗരവകരമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം സ്ത്രീകൾക്ക് സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ സിനിമാ മേഖലയിൽ സ്റ്റാറുകളായിട്ട് നിൽക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരെങ്കിലുമൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ, അല്ലെങ്കിൽ സിനിമയുടെ മുന്നിൽ നിൽക്കുന്ന നായികന്മാർ മാത്രമാണ് സ്ത്രീകളെന്നും അവരുടെ അവകാശങ്ങൾ മാത്രമേ സംരക്ഷിക്കപ്പെടാൻ പാടുള്ളൂ എന്നും ആ സിനിമാ സെറ്റിൽ വർക്ക് ചെയ്യുന്ന സഹസംവിധായക, ഡാൻസേഴ്സ് ഉൾപ്പെടെ ഒരുപാട് സഹനടിമാരുണ്ട്, അവരുടെ ഒക്കെ അവകാശങ്ങൾക്ക് പുല്ലുവില പോലും ഇല്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അതിനെയൊക്കെ ശക്തമായിട്ട് കേരളം എതിർക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഈ കുറച്ച് ദിവസത്തെ ഒരു ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഈ ചാനലുകാരൊക്കെ ഇത് വളരെ ഗംഭീരമായിട്ട് പറയും. അതല്ല എങ്കിൽ ഈ പറയുന്ന മുൻനിരയിൽ നിൽക്കുന്ന സ്റ്റാറുമാരുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ, അതല്ലെങ്കിൽ അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പിന്തുണയൊക്കെ തങ്ങളുടെ ചാനലുകൾക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനുകൾക്ക് കിട്ടുമ്പോൾ അവർ ഈ വാർത്തയൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ തനിച്ചാവുന്നത് അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളായിരിക്കും. അവർ പിന്നീട് സമൂഹത്തിൽ പരിഹാസ്യരായി തീരും എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. കാരണം ഹേമ കമ്മീഷനിൽ മൊഴി നൽകിയിരിക്കുന്ന ആളുകൾ അത് പരസ്യമായി ജനങ്ങളോട് പറയണമെന്ന് പറയുന്നില്ല. പക്ഷേ സർക്കാർ തന്നെ ഈ ഹേമ കമ്മീഷനിൽ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് പോലീസിന് റെഫർ ചെയ്യുകയും പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് കരുതി അയാൾ കുറ്റക്കാരനാവുന്നില്ല. മറിച്ച് ഇവിടെ സംസ്ഥാനത്ത് ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് സാമ്പത്തിക മുതലെടുപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹണി ട്രാപ്പിന് വേണ്ടിയിട്ട്, ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയിട്ട് അവസരം ഒരുക്കരുതെന്നാണ് സർക്കാരിനോട് പറയാനുള്ളത്. കാരണം നമ്മൾക്കൊക്കെ വളരെ ബഹുമാനിക്കുന്നവരാണ് ഈ നായകന്മാർ. അവരോടൊക്കെ ആളുകൾക്ക് അസൂയ തോന്നുക സ്വാഭാവികമാണ്. ആരാധനയോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ആളുകൾക്ക് അസൂയയും തോന്നുക സ്വാഭാവികമാണ്. ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകളെ ചവിട്ടിത്താഴ്ത്തി കാണിക്കുവാനുള്ളൊരു പ്രവണതയും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഏതായാലും ഹേമ കമ്മീഷനിൽ ഈ ആളുകൾ നൽകിയിട്ടുള്ള, സ്ത്രീകൾ നൽകിയിട്ടുള്ള, സ്ത്രീപക്ഷവാദികളായിട്ടുള്ള നടിമാർ നൽകിയിട്ടുള്ള മൊഴികൾ പരിശോധിക്കപ്പെടണം. അതുപോലെ തന്നെ മഞ്ജു വാര്യരെ പോലെയൊക്കെയുള്ള നടിമാരെ കോർണർ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. കാരണം മഞ്ജു വാര്യരും സ്ത്രീ തന്നെയാണ്. കാരണം WCCയിൽ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് മേലൊന്നും ആരും കടന്നു കയറാൻ ശ്രമിക്കരുത്. ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയവാസവും ഏത് സമയത്തും വിളിച്ചു പറയുന്നത് തെറ്റാണ് എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ മുതലാളിമാരുടെയൊക്കെ ഒരു പ്രഷർ കൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെങ്കിലും ഇതിലും വലിയ കേസുകളിൽ നിങ്ങളുടെയൊക്കെ ചാനൽ മുതലാളിമാരും പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഏതായാലും ഹേമ കമ്മീഷനിൽ ഉചിതമായ ഒരു നടപടി സർക്കാർ ഭാഗത്തു നിന്ന് ഉടനുണ്ടാവണം. കേരളത്തിൽ വയനാട് പോലെ പുനരധിവാസം പോലുള്ള ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ചകളെ വഴിമാറ്റി വിടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.